നമ്മളൊരു ബിടെക് ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മളുടെ മേജർ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മേജർ പ്രൊജക്റ്റിൽ ടേക്ക് കെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം, ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം? നമുക്ക് ഡിഫറെൻറ്റ് ഫീൽഡുകളുണ്ട്. ഓക്കെ, ആ ഫീൽഡ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഉണ്ട്, അതൊരു ഫീൽഡാണ്. കോസ്റ്റ് വേറൊരു ഫീൽഡാണ്. ആൻഡ് എക്സിക്യൂഷൻ വേറൊരു ഫീൽഡാണ്. ക്വാളിറ്റി വേറൊരു ഫീൽഡാണ്. സേഫ്റ്റി വേറൊരു ഫീൽഡാണ്. സോ 5 ഫീൽഡ് നമുക്കവിടെ കിട്ടും. ഇനി ഇൻ ജനറലായിട്ട് പോവുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ വേറൊരു ഫീൽഡാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വേറൊരു ഫീൽഡാണ്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, കൈൻഡ് ഓഫ് കമ്പാരിസൺ വിത്ത് ഡിഫറെൻറ്റ്, ഫോർ എക്സാമ്പിൾ റീഇൻഫോഴ്സ് സ്റ്റീലും ഫൈബർ സ്റ്റീൽ, അങ്ങനെയുള്ള കമ്പാരിസൺ, അതൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡിലായി കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് ടോപ്പിക്ക് സെലക്ട് ചെയ്യുക? നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ഏതാണ്, നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എവിടെയാണ് അലൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡിസൈൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം, നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഡിസൈനിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ RCC ആൻഡ് സ്റ്റീലിൻ്റെ ബീം കമ്പാരിസൺ ചെയ്യാം, അതൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഡിഫറെൻറ്റ് മെത്തഡോളജി ഉണ്ട്, ഈവൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തഡോളജി ഉണ്ട്, അതിന് കമ്പാരിസൺ ചെയ്യാം. ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് നിങ്ങളിപ്പോൾ കോസ്റ്റ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ you can use for BOK preparation, tender comparison and tender document preparations, or else some disputes or claims, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്റ്റൻഷൻ ഓഫ് ടൈം എങ്ങനെ ഉണ്ടാക്കുക, ഡിലേ ട്രാക്കർ എങ്ങനെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൊജക്റ്റ് എക്സിക്യൂഷൻ സ്റ്റേജിലേക്കാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് പ്ലാനിങ് എങ്ങനെ ചെയ്യാൻ പറ്റും, ആൻഡ് ഒരു പ്രൊജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാനുണ്ടാവും, ഒരു പ്രോപ്പർ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള മെത്തഡോളജീസ്, സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു ആസ് എ പ്രൊജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ DPR, WPR, MPR ആൻഡ് ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ടാവും, അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു ലുക്കിംഗ് ടു ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ട് കൺസ്ട്രക്ഷനിൽ. ക്യൂബ് ടെസ്റ്റ്, ദെൻ സ്ലം ടെസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ കോൺക്രീറ്റിലുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ബ്ലോക്കിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ട്. ഇതിലെങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളുടെ കമ്പാരിസൺസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് സേഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മേജറായിട്ട് സേഫ്റ്റി കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടക്കുന്നത്, അതിനെപ്പറ്റിയുള്ളൊരു റിസർച്ചിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഇൻസിഡൻസ് ആണ് കോമൺലി വരുന്നത്, ഹൗ വി ക്യാൻ അവോയ്ഡ് ദാറ്റ് വൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ എൻവയോൺമെൻറ്റലായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, കൺസ്ട്രക്ഷൻ വരുമ്പോഴും റോഡ് വരുമ്പോൾ, ഇപ്പം നമുക്ക് ഹൈവേ വരുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് എൻവയോൺമെൻറ്റലായിട്ടുള്ള എന്തൊക്കെ ഇമ്പാക്റ്റുകളൊക്കെ വരുന്നുണ്ട്, അതിനെ പറ്റിയുള്ളൊരു റിസർച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് വെച്ചുള്ളൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഹൈവേ വരുന്നുണ്ട്, അഗൈൻ ട്രാൻസ്പോർട്ടേഷൻ എത്രത്തോളം ഒരു നല്ലൊരു ഹൈവേ വരികയാണെങ്കിൽ നമുക്ക് വരും, എങ്ങനെ ഡിഫറെൻറ്റ് ഏരിയയിൽ ഡെവലപ്മെൻറ്റ് വരും. ഓക്കെ, വി ക്യാൻ സി, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഞാൻ ബേസിക്കലി കണ്ണൂരിൽ നിന്നാണ്. സോ കണ്ണൂരിൽ തലശ്ശേരി മുതൽ കണ്ണൂർ വരെയുള്ള ഒരു ബൈപ്പാസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബൈപ്പാസ് റോഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ബൈപ്പാസ് വന്നപ്പോൾ വി ക്യാൻ സി, മുമ്പ് മാഹി എന്ന് പറയുന്നത് വളരെ ഒരു റഷായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും, മാഹി എന്ന് പറയുന്നതിൽ ബിസിനസ് കുറഞ്ഞു. സോ ഹൗ ദിസ് ഗെറ്റിംഗ് ഇമ്പാക്റ്റ്, ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പറായിട്ട് വരുമ്പോൾ മാർക്കറ്റിലുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, എങ്ങനെയാണ് ആ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്, ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫ്ലോസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിലേക്ക് ആൾക്കാർ വരിക, അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനെ പറ്റിയുള്ള ഒരു റിസർച്ച് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് ചെയ്യുക നിങ്ങൾക്ക്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും, റിയൽ ലൈഫായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ വീക്ക്നെസ്സും അലൈൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവില്ല, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവില്ല. സോ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഫീൽ ഇല്ലാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഒരു നല്ലൊരു പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ റിസൾട്ട് എന്ന് പറയുന്നത്
നോട്ട് ഓൺലി യുവർ റിസൾട്ട്, അതായത് നിങ്ങൾക്ക് എസ് ഗ്രേഡോ എ ഗ്രേഡോ കിട്ടുന്നതിൻ്റെ ഒരു കാര്യം മാത്രമല്ല, ആ റിസൾട്ട് നിങ്ങളുടെ പ്രൊഫഷണലാക്കി മാറ്റിയെടുക്കും. നിങ്ങൾക്ക് കമ്പനീസ് പോകുമ്പം ഇതേ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ കമ്പനീസ് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേറെ ലെവലിലെത്താൻ പറ്റും. ഈ ടോപ്പിക്ക് നമ്മൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആയിട്ട് അലൈൻഡ് ആണോ, റിയൽ മാർക്കറ്റായിട്ട് അലൈൻഡ് ആണോ എന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ടോപ്പിക് എടുക്കാൻ പറ്റും. ആ ടോപ്പിക്കുകൾ നിങ്ങളുടെ കോളേജിലെ റിസൾട്ട് മാത്രമല്ല നിങ്ങളുടെ കരിയറിലും നല്ല യൂസ്ഫുള്ളായിരിക്കും.